വാക്സിനേഷനാണ്. ഇപ്പം ഒന്നാമത് ഈ റാബീസ് വാക്സിനെ പറ്റി ഒത്തിരി കോൺട്രവേഴ്സിയലായ കാര്യങ്ങൾ നടക്കുക. വാക്സിൻ എടുത്തിട്ട് മരിച്ചു പോകുന്നു, എന്തൊക്കെ ഇങ്ങനെ പേപ്പറിലും മറ്റും വാർത്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെപ്പറ്റിയല്ല, റുട്ടീനായിട്ടുള്ള കുട്ടികളുള്ള വാക്സിനേഷനെ പറ്റിയാണ്. അപ്പം മെയിനായിട്ട് കുട്ടികളുടെ വാക്സിനേഷൻ ജനിച്ച അന്ന് മുതൽ ഏകദേശം 5 വയസ്സ് വരെ ആണ് പ്രധാനപ്പെട്ട, അത് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിലുള്ള കുത്തിവയ്പ്പ് പ്രധാനമായിട്ടുള്ളത്. അപ്പം അതിൽ വരുന്നത് BCGയും മഞ്ഞപ്പിത്തത്തിൻ്റെയും OPV, അതായത് പോളിയോ, ഇത് മൂന്നുമാണ് ആദ്യം ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്നത്. പിന്നെ 1.5 മാസം, 2.5 മാസം, 3.5 മാസം 1 മാസം ഇടവിട്ട് വേറെ വാക്സിൻസ് കൊടുക്കുന്നു. പിന്നെയുള്ളത് 9-ാം മാസത്തിൽ മീസിൽസിൻ്റെ വാക്സിനേഷനാണ്. അത് കഴിഞ്ഞ് പിന്നെ 1.5 വയസ്സിലും 5 വയസ്സിലും ബൂസ്റ്റർ വാക്സിൻസുകൾ കൊടുക്കുന്നു. പിന്നുള്ളത് 10-ാം വയസ്സിനും 16-ാം വയസ്സിനുമുള്ള ബൂസ്റ്റർ വാക്സിനുകളാണ്. അപ്പം വാക്സിനുകൾ നമ്മൾ സമയാസമയങ്ങളിൽ കറക്റ്റായിട്ട് തന്നെ എടുക്കണം. ചെറിയ പനിയോ ചെറിയ ജലദോഷമോ ഉണ്ടെങ്കിൽ വാക്സിൻ എടുക്കുന്നതിന് ഒരു കോൺട്രാ ഇൻഡിക്കേഷനേ അല്ല. അതായത് വാക്സിൻ നമുക്ക് എടുക്കാം. ചെറിയ കഫക്കെട്ടായിട്ടോ അല്ലെങ്കിൽ ന്യൂമോണിയ ആയിട്ടോ വല്ല അഡ്മിറ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെയുള്ള വാക്സിൻ, വലിയ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വാക്സിൻ ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ. സമയാസമയത്ത് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില വാക്സിനുകൾ പനി വരാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വാക്സിൻ എടുത്ത് കഴിയുമ്പോഴത്തോളം 2-3 ഡോസ് പാരസ്റ്റമോൾ മരുന്നും കൂടെ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പനി മാറിക്കിട്ടും. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, വാക്സിൻ ഒരു കാരണവശാലും മുടക്കരുത്. കാരണം ഈ വാക്സിൻ എടുക്കുന്ന രോഗങ്ങൾ കൊണ്ട് നമുക്ക് പിന്നെ ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത രോഗങ്ങളാണ്. വാക്സിൻ കൊണ്ട് തന്നെ നമുക്ക് തടയാം. അതേസമയം പിന്നെ നമുക്ക് മരുന്ന് കൊണ്ട് പിന്നെ നമ്മൾ വാക്സിൻ എടുക്കാത്ത അവസ്ഥയിൽ ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ മിക്ക അസുഖങ്ങളും നമുക്ക് മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ വാക്സിൻ അതിനകത്ത് പിന്നെ 2 ലൈവ് വാക്സിനും ഉണ്ട്, ഡെഡ് വാക്സിനും ഉണ്ട്. അപ്പോൾ ചിലതെടുക്കുമ്പോൾ പനി വരും. അപ്പോൾ അത് നമ്മൾ ഡോക്ടർമാർ അതിനുള്ള പ്രത്യേക കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരും. അതനുസരിച്ച് ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അവർ പറയുന്നത് എന്താണ്, WHO കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഒരിക്കലുമല്ല. ഇത് പിന്നെ എന്താണ്, WHO കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുപ്പിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗങ്ങൾ, ഇത് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ ആ രോഗം മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ സാധിക്കുകയില്ല. അത് വളരെ പ്രധാനമാണ്. അപ്പം പറയുന്നതിൽ ഒരു കഥയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചില എല്ലാ വാക്സിനേഷനിൽ ഒരു ഫോറിൻ ബോഡി വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോറിൻ ബോഡി നമ്മളെ ശരീരത്തിൽ കുത്തിവെക്കുന്ന പോലെ. അപ്പോൾ എല്ലാത്തിനും എല്ലാ വാക്സിനേഷനും ഒരു സൈഡ് ഇഫക്റ്റ് കാണും. സൈഡ് ഇഫക്റ്റ് മീൻസ് ചെറിയ പനി വരാം, അവിടെ ചിലപ്പം ചെറിയ ചൊറിച്ചിൽ വരാം, അങ്ങനെയുള്ള ചെറിയ സൈഡ് ഇഫക്ട്സ് വരാം. അപ്പം ചിലതിലിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പേവിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ തളർച്ച വരാം എന്നാണ് പറയുന്നത്. പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ എടുത്തില്ലെങ്കിൽ അത് മരണം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയിട്ട് എടുക്കാതിരിക്കുന്നത് യാതൊരു കാര്യവുമില്ല. കാരണം ഈ വാക്സിനൊന്നും എടുത്തില്ലെങ്കിൽ ആ രോഗം മാറിനാൽ മരണം ഉറപ്പാണ്. അപ്പോൾ അത് തടയാൻ നമ്മൾ വാക്സിൻ എടുക്കുക തന്നെ വേണം.